ഇപ്പോൾ ഗസ സിറ്റി മൊത്തം കൈയടക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ തന്ത്രം, അല്ലെങ്കിൽ അയാളുടെ പ്രഖ്യാപനം. അതിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. വലിയ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ബോംബിട്ട് നിരത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ 1,00,000-നടുത്ത് ആളുകൾ മരിച്ചു. അനൗദ്യോഗികമായിട്ട് 2,00,000-ഓളം പേര് വലിയ ഗുരുതരമായ പരിക്കേറ്റ് കിടക്കുന്നു. അപ്പോഴും ബാക്കി വരുന്ന 10, 20, 22 ലക്ഷം മനുഷ്യരവിടെയുണ്ട്. ഇവരെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായൊരു കാര്യമല്ല. അപ്പോൾ ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നു, വെടിയേറ്റ് മരിക്കുന്നു, ബോംബ് കൊണ്ട് മരിക്കുന്നു, ഇങ്ങനെയൊക്കെ മരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ പോലും ഇതൊരു പക്ഷേ കൂടുതൽ തീവ്രമായ ഒരു വികാരമായി ആ മനുഷ്യരിൽ ശേഷിക്കുകയും അവർ കുറെ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ ആത്യന്തികമായി സംഭവിക്കുക. ആത്യന്തികമായിട്ട് അങ്ങനെയല്ല സംഭവിക്കുക. അപ്പം ഈ സഹസ്രാബ്ദങ്ങളോളം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ആൻറ്റിസെമിറ്റിസം ഉണ്ടായല്ലോ. ജൂതന്മാർ മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടല്ലോ. എന്നിട്ട് അവർ നശിച്ചുപോയോ? ഇല്ലല്ലോ. ആ ജൂതന്മാരുടെ ഇടയിലുള്ള ബോണ്ടേജ് കൂടുതൽ ശക്തമാവുകയല്ലേ ചെയ്തത്. അത് ചരിത്രാനുഭവമാണ്. അതുകൊണ്ട് ഫലസ്തീനിയൻ ജനതയുടെ ഇടയിൽ അവർ കൂടുതൽ ശക്തിപ്പെട്ട് തിന്നാൻ എന്താ പറയുക, ബ്രെഡ് റൊട്ടിയും കുടിക്കാൻ പാലുമില്ലെങ്കിൽ നമ്മൾ സൗഹൃദം പങ്കുവെച്ചും കണ്ണീര് കുടിച്ചും ഒക്കെ അതിജീവിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ജനതയുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ ഇടയിൽ കൂടുതൽ ശക്തമായ ബോണ്ടേജ് ഉണ്ടായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് നമ്മൾ കാണുമ്പോൾ ഗാസ റീകൺസ്ട്രക്ഷൻ എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ഒരുപക്ഷെ ഒരു വർഷങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറി. മാത്രമല്ല, അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് ഏത് രാജ്യത്തിനാണ് ഈ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ സാധിക്കുക? പിന്നെ കഴിയുന്ന ഏക രാജ്യം ഇന്ന് ലോകത്തുള്ളത് ചൈനയാണ്. ചൈന ആ വിഷയത്തിൽ ഇടപെടില്ല. ചൈനയ്ക്ക് പറ്റും. ചൈനയ്ക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഗാസ റീകൺസ്ട്രക്ഷൻ, യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ടെക്നോളജി അവർക്കുണ്ട്, പണവുമുണ്ട്. പണം പ്രശ്നമല്ല. അത് ഒരു പക്ഷേ ഖത്തറോ സൗദി അറേബ്യയോ ഒക്കെ കൊടുത്തേക്കാം റീകൺസ്ട്രക്ഷനിലെ. പക്ഷേ അതിനുള്ള ടെക്നോളജി വേണം, ടെക്നിക്കൽ മെൻ പവർ വേണം. ഇത് ചൈന അവിടെ വന്ന് ഇസ്രായേലിൻ്റെയോ അമേരിക്കയോ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നും നടത്താൻ സാധ്യത കുറവാണ്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ തന്നെയായിരിക്കും അവിടെ നടപ്പാക്കുക. അങ്ങനെ നടപ്പാക്കുമ്പോഴും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ജനസംഖ്യയിൽ വലിയൊരു ശതമാനത്തെ അവർ ഒന്നുകിൽ തെക്കൻ മേഖലയിലേക്ക് അതല്ലെങ്കിൽ ജോർദാനിലേക്ക് പുഷ് ബാക്ക് ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാത്രവുമല്ല, തന്ത്രപ്രധാനമായ ഗസയുടെ ഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഒരു പുനർനിർമ്മാണവും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട്, പക്ഷേ പണ്ടാര പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറയാം. രാഷ്ട്രീയമാണ്, എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. 2023 ഹമാസിന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് ലോകത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചല്ലോ. 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടാകുന്നത്. ലോകത്തിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അത് ഈ 1941 അമേരിക്കയിൽ പേൾ ഹാർബർ ആക്രമിക്കുന്നത് ജപ്പാൻ. അതിനുശേഷം അമേരിക്കൻ മണ്ണിൽ യുദ്ധമെത്തിയത് 2001 അമേരിക്ക അറ്റാക്ട്. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല. പെൻറ്റഗൺ ആക്രമിക്കപ്പെട്ടു. അപ്പം അതുകൊണ്ട് ഒന്നും അസംഭാവ്യമല്ല. ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് അവിടെ നടക്കുന്ന ഈ ശിശുരോധനങ്ങൾ ആണ് അസഹനീയം. ആർക്കും, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ജിങ്കോയിസമോ അല്ലെങ്കിൽ തീവ്ര ദേശീയതയോ തീവ്ര മതബോധമോ ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അതൊക്കെ നമുക്ക് ആവേശം കൊള്ളാൻ ഉപകരിക്കുമെന്നല്ലാതെ യാഥാർത്ഥ്യത്തിന് പകരം ആവില്ല, വിശപ്പിന് പകരമാവില്ല, മുറിവിന് പകരമാവില്ല. മരണത്തോട് മല്ലടിക്കുന്നവരോട് നമ്മൾ വേറെന്ത് ചെയ്യാനാണ്? അപ്പോൾ അതുകൊണ്ട് പരമാവധി നേരത്തെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് തന്നെ പറയണം, യുദ്ധം വെടിനിർത്തൽ അവസാനിപ്പിച്ച് മതിയാവുള്ളൂ. അതുപോലെ അവിടെ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 81% ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്ക് വന്നു 2024 കണക്കാണ്.
81% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. താഴെയാണ്. അവിടുത്തെ മൊത്തം പോപ്പുലേഷന് 64% അവർ ഫുഡ് ഇൻസെക്യൂറാണ്. എന്ന് വെച്ചാൽ അവരെ ആശ്രയിക്കുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഒക്കെ കൊടുക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ സഹായം വന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജനതയെ ലോകത്തിൻ്റെ കൺമുമ്പിൽ അവരിങ്ങനെ മരിക്കാൻ വിടാൻ സാധിക്കുമോ? മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അവിടെ രക്ഷയില്ല. 217 ജേർണലിസ്റ്റുകളാണ് കൊലയപ്പെട്ടു. 220 റിലീഫ് വർക്കേഴ്സ് മരിച്ചവരുടെ എണ്ണവും 224 പേര് ഈ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിൽ റെഡ് ക്രസൻറ്റിൻ്റെ ആളുകളുണ്ട്, യൂറോപ്പിൽ നിന്ന് പോയ റെഡ് ക്രോസിൻ്റെ പ്രവർത്തകരുണ്ട്, പിന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തകരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നൽകുന്ന ഏജൻസികളുടെ പ്രവർത്തകരായി സ്വന്തം നിലയ്ക്ക് അവിടെ പോയി ഈ മനുഷ്യരെ സഹായിക്കാൻ എത്തിയിട്ടുള്ള ഫിലാന്ത്രോപ്പിസ്റ്റുകളായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ മരിച്ചു വീഴുന്നത്. അപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും ഈ പട്ടിണിക്കാരെ സഹായിക്കാൻ അവിടെ എത്തിപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരുടെ ജീവന് ഒരു സുരക്ഷിതത്വമില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു നരകമായി അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ സംഭവവികാസങ്ങൾ ഈ ഗസ സിറ്റി ആണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ. ഗസ സിറ്റിയാണ് ക്യാപിറ്റൽ. അപ്പോൾ അത് പൂർണ്ണമായി ഒക്കുപ്പൈ ചെയ്യുക, അതോടുകൂടി ഗസയെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് തന്ത്രം. പക്ഷേ എവിടെയും ഒരു റെസിസ്റ്റൻസ് കാണുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഇപ്പോൾ ആരുമില്ല. അമേരിക്കയും പറയുന്നില്ല, ലോകരാജ്യങ്ങളൊന്നും പറയുന്നില്ല. ഇസ്രായേലിൻ്റെ ആഭ്യന്തര രംഗത്ത് അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള സമരമൊക്കെ ശക്തിപ്പെട്ടിരുന്നു. പക്ഷേ ആ സമരമൊന്നും ഇപ്പോൾ എവിടെയും കാണുന്നില്ല. മാത്രമല്ല ഇപ്പോൾ 29 ആളുകളാണ് IDFൻ്റെ കണക്ക് പ്രകാരം അവരുടെ കയ്യിലുള്ളത്, ബന്ദികളായിട്ടുള്ളത്. അതിൽ 22 പേര് മരണപ്പെട്ടു, അവരുടെ ഡെഡ് ബോഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ 51 ആണ് ബന്ദികളായിട്ട് ഈ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ളത് IDFൻ്റെ കണക്ക് പ്രകാരം. അതിൽ 29 പേര് ജീവനോടെ ഉണ്ട്. ബാക്കി മരിച്ച ആളുകളുടെ 22 പേരുടെ ശവശരീരമാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഇത് പൂർണ്ണമായിട്ട് അടിയന്തരമായി കൈമാറണം. അതാണ് ട്രംപിൻ്റെ ഡിമാൻഡ്. അതാണ്. അപ്പം അവിടെയാണ് ഇപ്പോൾ ചർച്ചകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ജീവനോടെയുള്ള 29 മനുഷ്യരുടെ ബന്ധുക്കളൊക്കെയാണ് അവിടെ വലിയ രൂപത്തിൽ സമരം ചെയ്യുകയും അവരെ ജീവനോടെ രക്ഷപ്പെടുത്തണം എന്നുള്ള നിലയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിന് സമാന്തരമായി മറ്റ് ചില മൂവ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ യുദ്ധം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള വാദമായി വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് റിച്ചിനെ പോലെയുള്ള അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. പിന്നെ യോവ് ഗലന്റ് ആണ് പ്രതിരോധ മന്ത്രി. ഇവരൊക്കെ തീവ്ര സൈനിസ്റ്റ് നിലപാടെടുക്കുന്ന ആളാണ്. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടത്തിന് തൽക്കാലത്തേക്കുള്ള ഭീഷണി ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ എടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രംഗത്തു നിന്നുണ്ടായ സമ്മർദ്ദത്തിൻ്റെ തോത് അല്പം കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.